അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഈ ഏരിയയിൽ പുലി ഇറങ്ങിയത്. അപ്പോൾ ആദ്യമൊക്കെ 1, 2 എന്നൊക്കെ പറഞ്ഞു, പിന്നെ ഒരു 4-5 എണ്ണത്തിലധികമായി എന്ന രീതിയിലാണ് ഉണ്ടായത്. അപ്പോൾ പുലി രക്ഷപ്പെട്ടു പോയ ഒരവസ്ഥയും കൂടി ഉണ്ടായിരുന്നു സ്ഥലത്ത് തന്നെ. ബാക്കി 2 എണ്ണത്തിനെ അവിടുന്ന് കൂട്ടിൽ പിടിച്ചു. ഇപ്പോൾ പുലി ബാക്കിയും ഇപ്പോഴും ഈ പരിസരത്ത് എന്നാണ് പറയപ്പെടുന്നത്. ഇതിപ്പോൾ PMEGP സ്കീമിൽ വായ്പ എടുത്തിട്ടാണ് ഈ പശു ഫാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സ്കീം എടുത്ത് SBI വഴിയാണ് ലോൺ എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ടോട്ടൽ 11 പശു 4 കന്നുകുട്ടിയുണ്ട്. ആ കാണുന്ന കൂടിനകത്ത് മൊത്തം ഉള്ളവരല്ലേ? സാധാരണ മുട്ടക്കോഴി 5 എണ്ണം വിടുന്ന സ്പേസ് ആണ് അതിന്റെ. ഒരു കള്ളി 5 മുട്ടക്കോഴി ഇടാം. ആ സ്പേസിലാണ് 5 മുട്ടക്കോഴി സ്പേസിലാണ് ഒരു കോഴി നിൽക്കുന്നത്. ഇതാണ് ക്രോസിങ്ങിനോട്ട് നിലനിർത്തിയാണ് ഇവന്റെ ചെവി നോക്കി. ചന്ദനം നാച്ചുറൽ ആയിട്ടുള്ളത് അല്ലേ? ഇതിന്റെ ലീഫ് ഇത് കാണല്ലേ? ഇതാണ് ചന്ദനത്തിന്റെ ലീഫ് കേട്ടോ. ഹായ്, ഞാൻ ഇന്ന് നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ പുലി ഇറങ്ങിയ ഒരു കൗ ഫാമിന്റെ ഒത്ത നടുക്കാണ് കേട്ടോ. പിന്നെ ആ മാത്രമല്ല, ഈ കൗ ഫാം ഇരിക്കുന്നത് 13 ഏക്കറിലെ ഒരു വലിയൊരു കാട് പോലത്തെ സ്ഥലത്താണ്. ഇവിടെ പിന്നെ കൗ ഫാം മാത്രമല്ല, ആടുണ്ട്, കോഴിയുണ്ട്, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. ഇവിടെ പുലി ഇറങ്ങിയിട്ട് എന്താ സംഭവിച്ചേ എന്നും കൂടി നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്താ പേര്? എൻ്റെ പേര് സുധീഷ് കുമാർ. സുധീഷ് കുമാർ അല്ലേ? ഈ ലൊക്കേഷൻ ഒന്ന് പറയാമോ? നമ്മൾ ഇത് കാസർഗോഡ് ജില്ലയിലെ ബേഡെടുക്ക ഗ്രാമപഞ്ചായത്തിലെ മുന്നാട് എന്ന സ്ഥലമാണ്. ഓക്കെ. ഈ ഫാമിന്റെ പേര് ഹരിതം ഫാം ഹൗസ് എന്നാണ്. ഈ പശു ഫാമിന്റെ പേര് ശിവം ഫാം ഹൗസ് എന്നാണ്. ഇവിടെ എന്തൊക്കെ അപ്പോൾ കൃഷിയുണ്ട് ശരിക്കും? നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ബ്രോയിലർ ഫാമും മുട്ടക്കോഴി കൃഷിയും നാടൻ കോഴിയൊക്കെയാണ്. ഇപ്പോൾ ബ്രോയിലർ ഫാമും നാടൻ കോഴിയും നിലവിലുണ്ട്. പിന്നെ മീൻ വളർത്തലുണ്ട്. മീൻ വളർത്ത് വലിയ മീൻകുളവും മീൻ വളർത്ത് കൃഷിയൊക്കെ ഉണ്ട്. ഇപ്പോൾ പുതിയതായിട്ടാണ് പശു ഫാം തുടങ്ങിയത്. ഇപ്പോൾ ഒരു 3 മാസത്തോളമായിട്ടില്ല പശു ഫാം സ്റ്റാർട്ട് ചെയ്തിട്ട്. ഓക്കെ. ഇതിപ്പോൾ PMEGP സ്കീമിൽ വായ്പ എടുത്തിട്ടാണ് ഈ പശു ഫാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സ്കീം എടുത്ത് SBI വഴിയാണ്. എന്തുകൊണ്ടാണ് ഈ പശു ഫാമിലോട്ട് പോകാൻ കാരണം? പശു ഫാം തുടങ്ങാൻ വേണ്ടിയിട്ട് കുറേ വർഷമായിട്ട് ഇങ്ങനെ മനസ്സിലുള്ളതാണ്. കുറേ വർഷമായിട്ട് പുൽകൃഷിയൊക്കെ ചെയ്തിട്ട് പശു ഫാം സ്റ്റാർട്ട് ചെയ്തില്ല. അപ്പോൾ പശു ഫാം കുറച്ചുകൂടി മറ്റ് കൃഷി പോലെയല്ല, കുറച്ചും കൂടി റിസ്ക് കൂടുതലുള്ള കൃഷി ഇനമാണല്ലോ. ഓക്കെ. അതെ. അപ്പോൾ നമുക്ക് ജോലിയുണ്ട്. ജോലിയുടെ ഇടയ്ക്ക് പിന്നെ ഇതിനത്രത്തോളം ശ്രദ്ധിക്കാൻ പറ്റുമോ എന്നുള്ള പേടിയൊക്കെ കൊണ്ടാണ് 2-3 വർഷമായിട്ട് തുടങ്ങാൻ പറ്റാണ്ട് ഉണ്ടായത്. ഈ വർഷം ഏതായാലും 2 കൽപ്പിച്ച് ഇതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാണ്. ഇപ്പോഴത്തെ അവസരം എത്ര പശു ഉണ്ട്? ഇപ്പോൾ ടോട്ടൽ 11 പശു 4 കന്നുകുട്ടിയുണ്ട്. കർണാടക മൈസൂർ ഭാഗത്ത് നിന്ന് ഒരു 7 പശു വാങ്ങി, ബാക്കി നാട്ടിലെ നല്ല നല്ല കർഷകരുടെ അടുത്തോ ഏജന്റുമാരുടെ അടുത്തൊക്കെ വാങ്ങിയിട്ടാണ് ഇപ്പോൾ 11 പശു ആയിട്ടുള്ളത്. നമ്മൾ ഈ തൊഴുത്ത് പണിതപ്പോൾ അത് PMEGPയുടെ ഇതാണല്ലോ അല്ലേ? PMEGPയുടെ വായ്പ ഉണ്ട്. എങ്കിലും പിന്നെ പല സ്ഥലത്ത് നോക്കിയിട്ടും കുറച്ചുകൂടി ഹൈടെക് ആയിട്ട് തന്നെയാണ് തൊഴുത്തൊക്കെ പണിതിട്ടുള്ളത്. ഓട്ടോമാറ്റിക് പിന്നെ വെള്ളത്തിന്റെ സംവിധാനവും പിന്നെ 2 ചൂട് കുറക്കാൻ വേണ്ടി 2 മാടും ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. മിസ്റ്റിന്റെ സംഭവം കൂടി ഇപ്പൊ ചെയ്യാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, ചൂടൊന്നും കുറക്കാൻ വേണ്ടി. ഈ സ്ഥലം എന്ന് പറയുന്നത് ശരിക്കും നല്ലൊരു മരത്തിന്റെ അടുക്ക്, ഒരു ഫോറസ്റ്റിന്റെ പ്രതീതി ഒരുപാട് ഇതൊക്കെ ആയിട്ട് അല്ലേ? അപ്പൊ എല്ലാ കൃഷികളുടെ മരം ഒന്നും അങ്ങനെ നശിപ്പിക്കാണ്ട് ഇപ്പൊ ഇതിന്റെ ഫാമിന്റെ ഇടയ്ക്കൊക്കെ തന്നെ മരം കാണും ഞങ്ങൾക്ക്. ആ രീതിയിലാണ് എല്ലാം എൻ്റെ കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം മൊത്തത്തിൽ ഇവിടെ എല്ലാ ബ്രോയിലർ ഫാമിനായാലും പശു ഫാമിനൊക്കെ ആയാലും അതിൻ്റെ ഒരു ഗുണമുണ്ട്. പിന്നെ എനിക്ക് 2 വർഷം മുമ്പ് സംസ്ഥാന സർക്കാരിന്റെ മികച്ച മണ്ണ് സംരക്ഷണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുള്ള കർഷകരുടെ സംസ്ഥാന അവാർഡ് കിട്ടിയതാണ്. ഓ അങ്ങനെയാണല്ലേ? അടിപൊളി. മണ്ണിലിപ്പൊക്കെ തടഞ്ഞുകൊണ്ട് മണ്ണിന്റെ ഒരു ഇത്തരത്തിലുള്ള മരങ്ങളൊന്നും വെട്ടാതെയുള്ള കൃഷിയാണ്. മരങ്ങളൊക്കെ നിലനിർത്തി. ഈ കാണുന്ന പൊക്കം കുറഞ്ഞ ജേഴ്സി അല്ലേ? ക്രോസ് ബ്രീഡ് സാധാരണ പശുവാണ്, വലിയ ഇനമല്ല, വലിയ പാലിട്ടൊന്നുമല്ല. ബാക്കി ഹൈറ്റ് ഇല്ലാത്തത്. ഇത് 3 ചെനപ്പശുവാണ്. പ്രസവിക്കാൻ ഇതും അതും അപ്പുറം നിൽക്കുന്നതോ? അത് പ്രസവിക്കാനായി. ഇപ്പോൾ ഒരു മാസത്തിനകത്ത് 10-20 ദിവസത്തിനകത്ത് പ്രസവിക്കും. ഇപ്പോഴത്തെ അവസ്ഥയിൽ എത്രത്തോളം ഉത്പാദനം ഉണ്ട് നമുക്ക് ടോട്ടൽ? ഇപ്പോൾ രാവിലെ 75 ലിറ്ററോളം രാവിലെ കറക്കുന്നുണ്ട്. വൈകിട്ട് 50 ലിറ്ററോളിന്റെ അടുത്ത് വൈകിട്ടും 7-5 12 ഒരു 120-125 ലിറ്റർ പാലുണ്ട്. ഒരു 10 ലിറ്റർ നമുക്കൊരു ശരാശരി കിട്ടുന്നുണ്ട്. 10 ലിറ്റർ ആവറേജ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം ലാഭത്തിലാണ് പോകണം അല്ലേ? കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഓക്കെ. ഇവർക്ക് എന്തൊക്കെ നമ്മളിപ്പോൾ തീറ്റ കൊടുക്കണേ? നമ്മളിപ്പോൾ പുൽകൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ 1ാം ഘട്ടം വിളവ് എടുത്തു കഴിഞ്ഞു. താഴെ ഇത് കല്ലുവെട്ട് കോഴിയാണ്. ഈ കല്ലുവെട്ട് കോഴിയെ മണ്ണിട്ടൊന്ന് കത്തിയിട്ടാണ് ഇപ്പോൾ ഇതിൽ പുൽകൃഷി ചെയ്തിട്ടുള്ളത്. കാണുന്ന അപ്പോൾ പുല്ല് കൊടുക്കും, പിന്നെ വൈക്കോല് കൊണ്ടുവന്നിട്ട് വൈക്കോല് കൊടുക്കും, പിന്നെ പെല്ലറ്റ് തീറ്റകൾ, പിന്നെ സമീകൃത തീറ്റകളും കടലപ്പിണ്ണാക്കും, പിന്നെ തവിടൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള തീറ്റകളും അങ്ങനെയെല്ലാം കൊടുക്കും. നമുക്ക് എന്ത് ചെലവ് വന്നുണ്ട് ഒരു പശുവിന് ഏകദേശം? നമ്മളിപ്പോൾ അങ്ങനെ കൃത്യമായ കണക്ക് അങ്ങനെ വെച്ചിട്ട് നോക്കുന്നില്ല, എങ്കിലും നമുക്ക് ലാഭകരമായിട്ട് ഇപ്പോൾ പോകുന്നുണ്ട്. നിലവിൽ വലിയ വിഷയമൊന്നും ഇല്ലാണ്ട് പോകുന്നുണ്ട്. പെല്ലറ്റിന്
ഒരു 4 കിലോ പെല്ലറ്റ് ആയിരിക്കും ഏകദേശം കൊടുക്കുന്നത്. ബാക്കിയൊക്കെ കുറച്ച് അപ്പൊ 4 കോസ്റ്റ് കുറഞ്ഞ 4 കിലോ 5 കിലോ ഇല്ല, ബാക്കിയൊക്കെ കോസ്റ്റ് കുറഞ്ഞ തീറ്റകളാണ് അധികം. ഓക്കെ. ഇപ്പൊ നിലവിൽ ക്ഷീരസംഘത്തിൽ അളക്കുകയാണ് ചെയ്യുന്നത്. മുന്നാട് തന്നെ ക്ഷീരസംഘമുണ്ട്, അവിടെ അളക്കുന്നുണ്ട്. സംഘത്തിൽ അളക്കുമ്പോൾ നമുക്ക് അത്ര ലാഭം അത്ര ലാഭമില്ല, പക്ഷെ ഇവിടെ ലോക്കൽ സെയിലിന് അത്രത്തോളം സ്കോപ്പില്ല, കുറച്ച് ഗ്രാമപ്രദേശമല്ലേ. അപ്പൊ അങ്ങനെ അതായത് ഭയങ്കര ദൂരമായിരിക്കും. വീട് കുറച്ച് ദൂരമുള്ള ഏരിയക്കാണ്. അടുത്ത് ഒരുപാട് ഇങ്ങനെ ക്വാർട്ടേഴ്സോ ഫ്ലാറ്റുകൾ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു ഏരിയ ആയിട്ട് നമുക്ക് ലോക്കൽ വിൽപ്പന കുറച്ചുകൂടി സാധ്യത കുറവാണ്. അപ്പോൾ നമ്മളെ ബൈ പ്രൊഡക്റ്റുകളെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് വരുന്നുണ്ട്, അതിന്റെ കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ ഫാം തുടങ്ങിയപ്പോൾ മുതൽ ഈ കറവ മെഷീൻ ഉണ്ടായിരുന്നു നമുക്ക്. സ്റ്റാർട്ടിങ് ഒരു 10 ദിവസം ഇല്ലായിരുന്നിട്ടുള്ളൂ, ബാക്കി എല്ലാ സമയത്തൊക്കെ കറവ മെഷീൻ ഉണ്ടായിരുന്നു. ഇവിടെ കറണ്ട് ഇല്ലെങ്കിലും വിഷയമില്ല നമുക്ക്. കറണ്ട് ഇല്ലെങ്കിൽ നമുക്കത് കറവ എന്തെങ്കിലും വിഷയമില്ല. പിന്നെ ചെറിയ ബെൽറ്റ് ഉണ്ട്, ചെറിയൊരു സംഘത്തിന്റെ എഞ്ചിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഈ ബെൽറ്റ് ഇതിലേക്ക് കൊടുത്താൽ കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം കറവ കാര്യങ്ങൾ നടക്കും. അപ്പൊ ഈ കാണുന്ന കുട്ടികളല്ലേ? അതെ, 4 കുറച്ച് ക്വാളിറ്റിയിലെ കുട്ടികളെ നിലനിർത്തിയതാണ്. അതായത് ഇവിടെ തന്നെ ഉണ്ടായതാണോ? അതെ, ഇവിടെ വന്ന് പ്രസവിച്ചിട്ടില്ല. പിന്നെ ഇവിടെ തന്നെ എല്ലാവരും ഉണ്ടായത്. അതെ അതെ അതെ. 4 പശുക്കുട്ടികളാണോ അതോ? 4 കുട്ടികളാണ്, പെൺകുട്ടികളാണ്. ഇവരുടെ തീറ്റയും കാലൊക്കെ അപ്പൊ എങ്ങനെയാ? ഇപ്പൊ ഇതിന് നമ്മ മിൽക്ക് റീപ്ലേസർ ആണ് കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങൾ ആ റീപ്ലേസർ ആണ് നമ്മൾ കൊടുക്കുന്നത്, തോമസ് ചേട്ടന്റെ. കുഴപ്പമില്ല, നല്ല ഗ്രോത്ത് ഉണ്ട്. പിന്നെ ഇതിന്റെ പെല്ലറ്റും കൂടി വേറെ കൊടുക്കുന്നുണ്ട്. അപ്പൊ പുല്ലൊക്കെ കഴിക്കുന്നുണ്ട്, അത്യാവശ്യം പുല്ലൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ അടുത്ത് കാണാൻ പോകുന്നത് ബ്രോയിലർ അല്ലേ? ഇവിടെ ഇപ്പൊ ഒന്നുമില്ലല്ലോ. ഇത് ബ്രോയിലർ കോഴിയുടെ ഷെഡാണ്. ഇപ്പൊ ഇത് കോഴിയെ പിടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ്. ഇപ്പൊ 45 ദിവസം കഴിഞ്ഞു. 40 ദിവസം കഴിഞ്ഞിട്ട് പിടിച്ചതിന് ശേഷം ഇപ്പൊ കുമ്മായൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ക്ലീൻ ആക്കി കൊണ്ടിരിക്കുന്ന കാര്യമാണ് കാണാല്ലേ. ഞങ്ങളിപ്പോ മുമ്പേ സ്വന്തം പിന്നെ നമ്മൾ തന്നെ കോഴി കുഞ്ഞിട്ട് നമ്മൾ തന്നെ കോഴിത്തീറ്റ കൊടുത്തിട്ട് ഞങ്ങളെ വളർത്തി കൊണ്ടതാണ്. അപ്പോൾ അത് നമുക്ക് കുറേ കാലം വലിയ മെച്ചമില്ല, നമുക്കത് മത്സരിക്കാൻ വലിയ പാടാണ്. കാരണം കൃത്യമായ സമയത്ത് ഇത് വിപണി കണ്ടെത്തിയിട്ടില്ലെങ്കിൽ കുഴപ്പമാണ്. 40 ദിവസം നമുക്ക് വിറ്റ് പോയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം പിന്നെ നിലനിന്നാൽ ഭയങ്കര നഷ്ടം സംഭവിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇൻറ്റഗ്രേഷനാണ് വേറെ കമ്പനിക്കാരുടെ അവർക്ക് വേണ്ടി വളർത്തി കൊടുക്കും. ഇപ്പോഴത്തെ കർഷകനെ സംബന്ധിച്ച് അതാണ് ലാഭം അല്ലേ? അതാണ് ലാഭം. ശരിക്കൊരു കാടാണല്ലോ ഇവിടെ, ഒരു ചെറിയൊരു ഫോറസ്റ്റിന്റെ പ്രതീതി തന്നെയാണ്. ശരിക്കൊരു കാട് പോലെ. ഇവിടുന്ന് മണ്ണൊലിച്ച് പോകണമെന്നുണ്ടെങ്കിൽ അമ്മാതിരി വില മലവെള്ളം തന്നെ അല്ലേ? കുറ്റിക്കാടുകളൊന്നും ഇപ്പോൾ മരമൊന്നും ഇല്ലാത്ത സ്ഥലം മാത്രം ശ്രദ്ധിച്ചിട്ടാണ് ഫാമൊക്കെ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് അടുത്ത് കാണാൻ പോണ ആട് ഫാം ആണല്ലോ അല്ലേ? ആട് ഫാമാണ്. മലബാറി ഉണ്ട്, അതിന്റെ ക്രോസ് ബ്രീഡ് ഇതുണ്ട്, അത് ബീറ്റലാണ്. ഇപ്പൊ എന്റെ സൈഡിൽ ഇപ്പൊ കുറച്ചെണ്ണം പിന്നെ ഇടക്ക് വിൽപ്പന ചെയ്തു, അതുകൊണ്ടാണ് കുറച്ച് കുറഞ്ഞിട്ടുള്ളത്. മുമ്പേ കുറച്ച് അധികം ഉണ്ടായിരുന്നു, തീറ്റയുടെ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കുറച്ചെണ്ണം കുറച്ചു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10 അടി ഹൈറ്റിലാണ് നമ്മൾ നിൽക്കണം. അത് നല്ല ഹൈറ്റിലുണ്ട്, അതും അത്യാവശ്യം ഹൈറ്റിലാണ് നിൽക്കണം. കാരണം ഇവർക്ക് ഹൈജീൻ ആയിട്ട് നിൽക്കണം. ഓക്കെ. ഇതും ഇതിന്റെ മുമ്പത്തെ കുട്ടികളാണ്. ഇവരുടെ ക്രോസിങ്ങിനായപ്പോ എന്താ ചെയ്യണേ? ക്രോസിനൊക്കെ മുട്ടൻ വേറെ തന്നെയുണ്ട്, ഡബ്ബ വീട്ടിന്റെ വലിയൊരു മുട്ടനുണ്ട്, നമുക്ക് പോയി കാണാം. ആ കുട്ടികൾ എന്താ അങ്ങനെ ഇട്ടാണേ? അത് പ്രസവിച്ചില്ല, ഇന്നലെ പ്രസവിച്ചതാണ്. 3-4 നേരം കുടിക്കാൻ വേണ്ടി മാത്രം നല്ല പുറത്ത് വിടും, അതല്ലെങ്കിൽ പുറത്തിങ്ങനെ ഇതും ചെറിയ കാലൊക്കെ ഇതിനകത്ത് ഇറങ്ങാനും അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടി അല്ലേ? ഡബ്ബ ബീറ്റൽ എന്നുള്ള ഇനത്തിൽപ്പെട്ടാണ്. ഇതാണ് ക്രോസിങ്ങിന് വേണ്ടി നിലനിർത്തിയാണ്. ഡബ്ബ ബീറ്റൽ അല്ലേ? ഇവന്റെ ചെവി നോക്കി. ഇനിയിപ്പോൾ ഏതായാലും കൊടുക്കേണ്ട സമയം ആയിക്കൊണ്ട് വരുന്നുണ്ട്, സെയിൽ ചെയ്യും. അങ്ങനെയല്ലേ? അങ്ങനെ പുതിയ മാറ്റും. നമ്മളൊരു ടൈം കഴിഞ്ഞാൽ പിന്നെ നിലനിർത്താറില്ല. ഇവിടെ ഉണ്ടായ കുട്ടിയാണോ? അല്ല, നല്ല ഇനം വന്നെങ്കിൽ മാത്രമേ നിലനിർത്തൂ. ക്രോസിങ്ങിനാകുമ്പോൾ കുറച്ച് നല്ല ഈട്ടുള്ള ഇനം തന്നെ വേണമല്ലോ. ഇത്തരത്തിലുള്ളവരൊക്കെ തന്നെ വേണം അല്ലേ? ഈ കാണുന്ന ഫാമുകളെല്ലാം തന്നെ ഇപ്പോൾ കാടിന് നടുക്കുവാണെന്ന് അല്ലേ? അതെ അതെ അതെ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ കാണുന്ന വഴിക്കാണ് നമുക്ക് പോകുന്നത്. ഇത്തരത്തിലുള്ള വഴികളാണല്ലോ മിക്കയിടത്തും കാണുന്നത്. അതെനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് അങ്ങനെയുള്ള വഴികളൊക്കെ ഉണ്ടാവും. കാടിൻ്റെ ഇടയ്ക്ക് നല്ലൊരു ചെറിയൊരു അല്ലേ ഫോറസ്റ്റിന്റെ ഒരു പ്രതീതി ഉള്ളൊരു സ്ഥലം. മൃഗങ്ങളങ്ങനെയൊന്നുമില്ല, സാറിന് ഒരു ജൈവ സമ്പത്ത് കൊണ്ട് പോകുന്നുണ്ട്. പിന്നെ മയിലുണ്ട്, പിന്നെ വേഴാമ്പലുണ്ട്, അധികം ഉണ്ടാവാറുണ്ട്. കാട്ടുകോഴി അങ്ങനെയുള്ള ഉണ്ടാവും. പിന്നെ പന്നി, അതുവരെ ഉള്ളതേ ഉള്ളൂ. ബ്രോയിലർ ഫാം തന്നെയാണ്. ഇതാണ് സ്റ്റാർട്ടിങ് ചെയ്ത ഫാം. ഇതിപ്പോഴും പ്ലാസ്റ്റിക് താർപ്പാളയിൽ തന്നെയാണ് ഉള്ളത്. ഇവിടെ വലിയ ചൂടില്ല. ഇത്രയും മരം നിൽക്കാണ്, പിന്നെ എങ്ങനെ ചൂടുണ്ടാവാം? നമ്മള് ചെറുപ്പത്തില് അച്ഛൻ ഇതേപോലെ മരമൊന്നും നശിപ്പിക്കാണ്ട് ആരെങ്കിലും ഇങ്ങനെ മരമെല്ലാം വെട്ടുകയോ അങ്ങനത്തെ ഒന്നും ചെയ്താൽ അവിടെയൊക്കെ ദേഷ്യപ്പെടുന്നൊക്കെ കണ്ടാണ് നമുക്ക് വളർന്നത്. അപ്പൊ അതിൽ നിന്നൊരു അതാ മനസ്സിൽ കുട്ടിക്കാലത്ത് ഉള്ളതുകൊണ്ട് നമ്മൾ പരമാവധി മരമൊക്കെ നശിപ്പിക്കുന്നതിനെതിരാണ്. അപ്പൊ ആ രീതിയിലെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ആണ് കൃഷിയെല്ലാം ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന മരങ്ങൾക്കൊക്കെ എത്രത്തോളം പ്രായം ഉണ്ടാവും ഒരു ഏകദേശം ഒന്ന് പറയുകയാണെങ്കിൽ? എനിക്കും നമ്മളൊക്കെ കാണുമ്പോഴേ ഏതാണ്ട് ഉണ്ട്. ചിലതൊക്കെ അതിനേക്കാളും കുറച്ചുകൂടി വണ്ണം വെച്ചിട്ടുണ്ട്. ഇതിലാണ് ഇപ്പോൾ നിലവിൽ കോഴികളുള്ളത്. ബാക്കി എല്ലാത്തിനും പിടിച്ചു കൊടുത്തില്ല. കാടുള്ളതുകൊണ്ട് ഇതേ കണ്ട ഇഷ്ടംപോലെ കൊതുകുണ്ട് കേട്ടോ, നല്ല കൊതുകുണ്ട്. ഇതിപ്പോ ഒരു 13-12 ദിവസം ദിവസത്തെ ഫാം. ഇതാണ് കോഴിക്കുഞ്ഞുങ്ങളാണ്. എത്ര എണ്ണം ഉണ്ട്? ഇത് 5000. എനിക്ക് തോന്നുന്നത് എല്ലാ ഫാമും കൂടി, അതായത് പശുവും കോഴിയും ആടും എല്ലാം കൂടി ഉള്ളതുകൊണ്ട് അത്യാവശ്യം നമുക്ക് എങ്ങനെയും ജോലിക്കാരെ വെക്കണമല്ലോ, എല്ലാം കൂടി ഒന്നിച്ച് പോകും. ഇത് മുമ്പ് നമ്മൾ ജലസേചനത്തിൽ ഉപയോഗിച്ചുകൊണ്ടായ
ടാങ്കാണ്. അപ്പോൾ പുതിയ ടാങ്ക് കെട്ടിയിട്ടാകുമ്പോൾ ഇത് നമ്മൾ ഒഴിവാക്കിയപ്പോൾ അതിൽ മീൻ വളർത്തൽ. എത്രത്തോളം ഹൈറ്റ് ഉണ്ടാവും? ഇല്ല, ഇത് ഹൈറ്റ് ഉള്ളൂ. ഈ കാണുന്ന ഹൈറ്റേ ഉള്ളൂ. ഒരു 8,000 ലിറ്റർ 8,000 ലിറ്റർ കപ്പാസിറ്റി ഉള്ളൂ. അതിന് തീറ്റ? ആ, തീറ്റയാണ്. ഓക്കെ. ഇതിലെന്താ മീൻ കൊടുക്കുന്നത്? ഇപ്പോൾ ഇതിൽ വരാലാണുള്ളത്. വരാല് പരസ്പരം തിന്നത്തില്ലേ? അത് തീറ്റത്ത് ശ്രദ്ധിച്ചു കൊടുക്കണം. വെള്ളമൊക്കെ കുറച്ച് മോശമായി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല വരാലിന്. പക്ഷേ ഓക്സിജൻ ലെവലൊക്കെ അപ്പോൾ ഓക്സിജൻ ലെവലിൻ്റെ ഒന്നും അത്ര വലിയ മറ്റ് മീനുകളെ വിഷയത്ത് വലിയ കുഴപ്പമില്ല. അത്ര വിഷയം. പക്ഷേ തീറ്റ കൃത്യമായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പരസ്പരം കഴിക്കും. അപ്പോൾ നമ്മളിതിൽ കുറച്ചും കൂടി വലിപ്പം കയറിയ ഒരു മരം ഇതായിരിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഇത് സംഭവം നമ്മുടെ നാട്ടിൽ ഇതിന് മരുത് എന്നാണ് പറയാ. അതിന്റെ കൃത്യം മരുത് അല്ലേ? എത്രത്തോളം പ്രായം ഉണ്ടാവും ഇതിന്? നിങ്ങൾ പറഞ്ഞ 50 വർഷത്തൊക്കെ ഉറക്കം കാണുമായിരിക്കും. 50 വർഷം നമ്മൾ അറിയുമ്പോൾ ഇതിന് അടുത്ത വലിപ്പത്തിൽ ഉണ്ട്. ഈ കാണുന്ന കോഴിക്ക് എന്താ ഒരു പ്രത്യേകത? കാരണം ഇച്ചിരി വലിപ്പം കൂടുതലാണല്ലോ, ഭയങ്കര വലിപ്പമാണല്ലോ ഇതിന്. ഇത് നമ്മളെ സാധാ ബ്രോയിലർ കോഴി തന്നെയാണ്. അവസാനം ബാക്കി വന്ന 2 കോഴിയെ നമ്മൾ സാധാരണ ഇങ്ങനെ കൂട്ടിലിട്ടതാണ്. ഇതിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റുമോ എന്നറിയില്ല, അത്ര വലിപ്പമായി. സാറിന് നിങ്ങളൊക്കെ കേട്ടത് 40-45 ദിവസം ബ്രോയിലർ കോഴി പിന്നെ തന്നെ കഴിച്ചില്ല, ചത്തു പോകുന്നൊക്കെ കേട്ടില്ലേ. ഇതിനിപ്പോൾ ഏതാണ്ട് ഒരു 100 ദിവസത്തോളമായി. ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ ഉണ്ട്. സാറിന് ഇതിന്റെ പ്രോട്ടീൻ തീറ്റകൾ മാത്രം കൊടുക്കുന്നുണ്ട്. സാറിന് അതേ നമ്മളിവിടെയും ഇൻഡക്കേഷൻ ആണെങ്കിലും അവർ പ്രോട്ടീൻ തീറ്റകൾ മാത്രം തരും. അത് നമുക്ക് കൊടുക്കുന്നല്ലാണ്ട് മറ്റ് എന്തെങ്കിലും അസുഖം വന്നാൽ ഇപ്പം മരുന്ന് കൊടുക്കുന്നുണ്ടാവും. അതല്ലാണ്ട് വേറെ മരുന്നുകളോ മറ്റേ നിങ്ങൾ ഈ കേട്ട ഹോർമോണുകളോ അങ്ങനത്തെ ഒന്നുമില്ല. ഇപ്പൊ ഞാൻ ആദ്യത്തെ കൂടൊന്ന് ഓപ്പൺ ആക്കി. ഇപ്പൊ ഇതിന്റെ വലിപ്പം കണ്ടോട്ടോ. സാറിന് മുട്ടക്കോഴി 5 എണ്ണം ഇടുന്ന സ്പേസ് ആണ് അതിന്റെ. ഒരു കള്ളി എന്ന് പറഞ്ഞാൽ 5 മുട്ടക്കോഴി ഇടാം. ആ സ്പേസിലാണ് 5 മുട്ടക്കോഴി സ്ഥലത്താണ് ഒരു കോഴി നിൽക്കുന്നത്. ഇനിയിപ്പോൾ അതങ്ങനെ പുറത്തെടുക്കുന്നില്ലാണ് മെയിൻ വിഷയം. നിലവിൽ ഇപ്പൊ ഇതിന്റെ വഴിയിലൂടെ ഇത് പുറത്തു വരില്ല. എനിക്കറിയാം കൂട് പൊളിക്കേണ്ടി വരും. എനിക്ക് 5-6 കിലോ വെയിറ്റ് ഉണ്ട് സാധനം. അത്യാവശ്യം ആരോഗ്യം ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റു കോഴിയുടെ ഈ കാലിന് അത്ര ബലം ഉണ്ടാവില്ല. ഈ കാണുന്നത് നോക്കി. അപ്പൊ ഇനി കാണാൻ പോണത് നമ്മുടെ നാടൻ കോഴിയുടെ കൂടാണ്. അപ്പോൾ നാടൻ കോഴിയുടെ വിവിധ ഇനത്തിൽപ്പെട്ട ഫൈറ്റർ അസീൽ, അതായത് പോര് കോഴി എന്ന് പറയും. നാടൻ കോഴി, അങ്ങനെ കോഴികളാണ് ഇപ്പോൾ ഇതിനകത്തുള്ളത്. ഇത് സാധാരണ കോഴി വളർത്താൻ കാരണം എന്താ? ഇത് ഇതിനോടുള്ള താല്പര്യം, പിന്നെ നാടൻ മുട്ടകളുടെ ഡിമാൻഡ്. അങ്ങനല്ലേ. പിന്നെ ഇതൊരു പൂവൻ കോഴിയൊക്കെ നല്ല വിലയ്ക്ക് വിറ്റ് പോകും. ഇത് നമ്മളെ മീൻകുളമാണ്. ഇതും ഒരു കല്ലുവെട്ട് കുഴിയെ ഒരു സൈഡ് നിങ്ങൾ ചെങ്കല്ല് പാകി വേർതിരിച്ചിട്ട് അതിൽ മഴവെള്ളം ശേഖരിച്ച് മീൻ കൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ റെയിൻ ഷട്ടർ ആണ് മുമ്പേ, ഈ റെയിൻ ഷട്ടർ എന്നുള്ള ഇതിലെ വെള്ളം ഇതിലിപ്പോൾ അക്വാപോണിക്സ് സ്റ്റാർട്ടിങ്ങിലാണ്. ഈ കാണുന്ന വെള്ളം അപ്പൊ എന്തോരം ഒഴിക്കും? ഇതിലെന്തോരം ഫില്ല് ചെയ്യും? ഇല്ല, ഇതിങ്ങനെ വന്ന് ഇതിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത് വീണ്ടും അതിനെ പോകും. ഈ വെള്ളത്തിൽ വേര് ഇതിന്റെ വെള്ളത്തിൽ ടച്ച് ചെയ്യും. അപ്പോൾ ആ മീൻ കുളത്തിലെ വെള്ളത്തിൽ ഉണ്ടാകുന്ന വളം ഉണ്ടല്ലോ, വളം എടുത്തിട്ടാണ് ഇപ്പൊ ഇത് വളർന്നു വരുന്നത്. കുറച്ചുകൂടി ഹെൽത്തി പ്ലാന്റ് ആണല്ലേ. അത് കുറച്ചുകൂടി വർക്ക് ബാക്കിയുണ്ട്. സ്പ്രിംഗ്ലർ മുകളിൽ നിന്ന് സ്പ്രിംഗ്ലർ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന്റെ വർക്കാണ് ഇപ്പോൾ നേരത്തെ നിങ്ങളെ കണ്ടത്. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൂർണ്ണം. ഇപ്പൊ നമ്മള് വെള്ളം മാനുവലായിട്ട് കുറച്ച് നനക്കുകയാണ് ചെയ്യുന്നത്. മീനുണ്ടല്ലോ. അതിൽ മീനുണ്ട്. ഫിലോപ്പിയും പിന്നെന്താ ഉള്ളത്? ഫിലോപ്പിയും വരാലിനെയാണ് ഇതിലുള്ളത്. അത്യാവശ്യം വലിയൊരു കുളമാണ്. വലിയ കുളമാണ് ഇത്. ഫുള്ള് വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് 10 ലക്ഷത്തോളം ലിറ്റർ ഇതിന്റെ കപ്പാസിറ്റി വരും. അത്രയും താഴുണ്ട്. അതിലിപ്പോൾ 2-3 മീറ്റർ താഴോട്ടുണ്ട്. എത്രത്തോളം കുഞ്ഞുങ്ങളുണ്ട്? ഇതിൽ 2000 വരാലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഇതിൽ നല്ല മീൻ ഇടാൻ പറ്റും. ഈ വെള്ളം ശുദ്ധീകരിക്കുന്ന പ്രോസസ്സും കൂടി വന്നു കഴിഞ്ഞാൽ 10,000 വരെ ഇടാം. മീനിന്റെ വിപണിയാണ് വലിയൊരു വിഷയം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ സന്നദ്ധ സംഘടനകളോ ക്ലബ്ബുകളൊക്കെ നമുക്ക് നാട്ടിൽ വോയിസ് ഓഫ് മൂന്നാട് ക്ലബ്ബുണ്ട്. അവർ 2-3 വർഷമായിട്ട് നമ്മളെ ഒരു ദിവസം അവരെല്ലാ ക്ലബ് അംഗങ്ങളൊക്കെ വന്നിട്ട് പാരസം ചെയ്ത് മീനൊക്കെ പിടിച്ചിട്ട് അവർ വിൽക്കാൻ സഹായിക്കും. അപ്പോൾ എല്ലാവരും വന്നിട്ട് എടുക്കുക, അങ്ങനെ ചെയ്യും. അങ്ങനെയാണ് കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മൾ മീൻ വിറ്റുകൊണ്ടിരുന്നത്. നിലവിൽ ഇപ്പോൾ ഇതൊക്കെ ചെയ്ത് തരാൻ സഹായിച്ചൊരു ഫിഷിൻ്റെ പ്രൊമോട്ടർ ഉണ്ട്, ശ്യാമ. അപ്പോൾ അവർക്ക് മീനിൻ്റെ വിൽപ്പനയൊക്കെ ഉണ്ട് തൊട്ടടുത്ത് 2-3 കിലോമീറ്റർ കുറ്റിക്കോലിൽ. ഇത് മത്സ്യത്തിൻ്റെ. അപ്പോൾ അദ്ദേഹം പ്രാവശ്യം നമുക്ക് വിൽപ്പനക്കുള്ള സൗകര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു 15 കിലോമീറ്റർ അപ്പുറം കാനത്തൂർ ഏരിയ 10-15 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. അവിടെയൊക്കെ ഫോറസ്റ്റാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഈ ഏരിയയിൽ പുലി ഇറങ്ങിയത്. അപ്പോൾ ആദ്യമൊക്കെ 1-2 എന്നൊക്കെ പറഞ്ഞു, പിന്നെ ഒരു 4-5 എണ്ണത്തിലധികമായി എന്ന രീതിയിലാണ് ഉണ്ടായത്. ബേഡം പഞ്ചായത്താണ്, ഞാനിപ്പോൾ ഉള്ള ബേഡം പഞ്ചായത്താണ് നമ്മൾ. 5 എണ്ണം. അപ്പോൾ 5 എണ്ണൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് തൊട്ടടുത്തൊരു 4-5 കിലോമീറ്റർ അപ്പുറം കുളത്തൂർ നിന്നാണ് ഇതിൽ 2 പുലി ഒരേ സ്ഥലത്ത് തന്നെ കൂട് വെച്ചിട്ട് 2 പുലിയെ ഫോറസ്റ്റുകാർ പിടിച്ചുകൊണ്ടുപോയത്. അതിലൊന്ന് ഒരു ഗുഹയിൽ കല്ലിൻ്റെ ഇടയിൽ പുലി ഇങ്ങനെ എന്താ പറയുക, അതിനകത്ത് പെട്ടു. അപ്പോൾ നാട്ടുകാരൊക്കെ അതിന് കല്ലൊക്കെ വെച്ചാൽ മാടി ഗുഹ അടച്ചിട്ട് ഫോറസ്റ്റുകാർ വന്ന് മയക്കോടി വെക്കുമ്പോൾ പുലി രക്ഷപ്പെട്ടു പോയൊരവസ്ഥയും കൂടി ഉണ്ടായിരുന്നു അതേ സ്ഥലത്ത് തന്നെ. ബാക്കി 2 എണ്ണത്തിനെ അവിടുന്ന് കൂട്ടിൽ പിടിച്ചു. അപ്പോൾ പുലി ബാക്കി ഇപ്പോഴും ഈ പരിസരത്ത് എന്നാണ് പറയപ്പെടുന്നത്. നമ്മളെ അടുത്ത് എത്തിയിട്ടില്ല.
ഇതിന്റെ ഒരു 3-4 കിലോമീറ്റർ അപ്പുറം ഏതെങ്കിലും മൃഗങ്ങളെ ഉപദ്രവിച്ചായിട്ട് വല്ല അറിയുണ്ടോ? പട്ടിയാണ് അധികം ഉപദ്രവിക്കുന്നത്. ഏറ്റവും കൂടുതൽ പട്ടിയാണ്. പശുവിനെയൊക്കെ കൊണ്ടുപോയത് ഒരുപാട് കഥകളുണ്ട്. പശുവിനൊക്കെ കൊണ്ടുപോയത് പിന്നെ ഇത് കാടിന്റെ കാടുള്ള സ്ഥലമാണ്. അതിന്റെ ഒരു പ്രതീതി ഉള്ളതുകൊണ്ട് വലിയൊരു ഹൈറ്റ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞില്ല. കുറച്ച് ഓപ്പൺ ഇതായതുകൊണ്ട് ചെറിയൊരു ടെൻഷൻ ഉണ്ട്. നമ്മുടെ കോഴിക്ക് വേണ്ടിട്ടല്ലേ? കോഴിക്ക് വേണ്ടിയിട്ട്. അതേപോലെ നമ്മള് പശുവിനെ കുറച്ച് സമയം ഇങ്ങനെ പുറത്ത് ഓപ്പൺ ഓപ്പൺ ആയിട്ട് കുറച്ച് ഒരു വ്യായാമത്തൊക്കെ ഇവിടെ നടക്കാനും അത്യാവശ്യം ഒന്ന് വേണ്ടിട്ട്. അതെ 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 ചെയിൻ ലിങ്ക് എന്ന് പറയും. ഇതിന് സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണ്. സ്ക്വയർ ഫീറ്റ് 13 രൂപ. ഇവിടെ ഇപ്പൊ ലക്ഷങ്ങളുടെ മരം ഉണ്ട്, ലക്ഷങ്ങളുടെ അല്ലെ? ചന്ദന മരമാണിത്. ചന്ദനം നാച്ചുറൽ ആയിട്ടുള്ളത് അല്ലേ? ഇതിപ്പോ എത്ര വയസ്സുള്ളതായിരിക്കും ഇപ്പൊ ഇത്? ഇല്ല, അതിനെല്ലാം വലിയ വയസ്സ ഉണ്ടാവില്ല. ഒരു 10 വർഷത്തെ ആ ഒരു പഴക്കമുണ്ട്. ഇതിന്റെ ലീഫ് ഇത് കാണല്ലേ? അതന്നെ അത് അവിടെയും അത് ഇതാണ് ചന്ദനത്തിന്റെ ലീഫ് കേട്ടാ. അതിനതിന് മണം ഉണ്ടാവും കേട്ടാ? ഇലക്ക ഉണ്ടാവില്ല, അതിന്റെ കാതലിന് മാത്രമേ ഉണ്ടാവും. അങ്ങനെ മണം ഒന്നുമില്ല. എത്രത്തോളം ഉണ്ടാവും ഇവിടെ? ഇവിടെ മരം കുറെ അധികം ഉണ്ട്. അപ്പൊ ആ കാണുന്നതൊക്കെ ചന്ദനം തന്നെയാണ്. അതിന്റെ കാടിന്റെ അകത്തെ കാണുന്നെല്ലാം അതിന്റെ അകത്ത് കാണാനല്ലേ? പക്ഷെ ഇവിടെ പലരും നമ്മൾ ഈ രാത്രിക്കൊക്കെ അറിയാതെ വന്ന് വെട്ടിയെടുത്ത് കൊണ്ടുപോകും കള്ളന്മാരൊക്കെ. അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാവും. അധികം വലിപ്പം വെക്കുമ്പോഴേക്കാരങ്ങായിട്ട് മുറിച്ചിട്ട് പോകും. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ജയൻ. ഈ കാണുന്ന കാട്ടില് എത്രത്തോളം മരങ്ങളുണ്ട് ചേട്ടാ? മരങ്ങൾ കണ്ടമാനമുണ്ട്, പക്ഷേ വിവിധങ്ങളായ മരങ്ങളാണ്. എന്താ അതിനൊക്കെ പേരെന്ന് പറയാം? ഇത് മരുതുണ്ട്, മരുത്, താന്നി. ഒന്ന് കാണിച്ച് പറയാൻ പറ്റുമോ? ഇത് മരുതാണ്, പൊമ്മരുതെന്ന് പറയും. പൊമ്മരുതെന്ന് പറയും ഇത്. ഓക്കെ, ഇത് തന്നെ മരുത് തന്നെ. ഇത് മരുത് തന്നെയാണ്. പിന്നെ മഞ്ചാടി മരം എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടോ? അപ്പുറം നിൽക്കണം അല്ലേ? വലിയ പച്ചയല്ലേ? ഓക്കെ ഓക്കെ. ഇത് ശീമപ്ലാവ്. ഇത് ശീമപ്ലാവ്. അങ്ങോട്ട് പോകണമെങ്കിൽ മിക്സ് അല്ലേ? നീ വള്ളി പടക്കില്ല? ഇത് 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 അതായത് നമ്മൾ ഈ പൂരത്തിന് കാമൻ നിറത്തുന്ന സാധനല്ലേ കൂടുന്നത്, അതാണ് ഈ ചെടി. ഇതിനെ പടന്നിട്ടില്ലേ? ഇതല്ലേ? പിന്നെ ഇത് നമ്മൾ ചൂരിപ്പഴം എന്ന് പറയും ഇവിടെ. ഈ സാധനം ചൂരിപ്പഴം എന്ന് പറയും. ഇതിനകത്ത് ഇത് പഴുത്ത് കഴിഞ്ഞാൽ പഴുത്ത് കഴിഞ്ഞാൽ കറുത്ത ഇതാണ് ബംഗണ. ബംഗണ എന്ന് പറയുന്നത് കന്നഡ എന്താണ്? മലയാളം ബംഗണ. അത് കന്നഡയാണ്, മലയാളമല്ല. ഇത് ഈ കൃത്തേക്കുന്നത് ഇരുമുള്ളു. ഈ മരമാണ്. ഇത് കുയിലാങ്കോട്ടാന്ന് പറയും ഞങ്ങളിവിടെ. മുരിക്കല്ലത്, ഇത് കുയിലാങ്കോട്ടാന്ന് പറയും. കുയിലാങ്കോട്ട. ഈ റീപ്പൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് പട്ടികയില്ലേ? പട്ടിക. ഇത് ചന്ദനം. ഇനി ഇതിനകത്ത് ഇല്ലാധികം മരുതാണ്. മറ്റേ മരങ്ങൾ കുറവ്. മരുതാ കൂടുതൽ. മരുത്, ബംഗണ, ആ ടൈപ്പ്. ഇത്രത്തോളം മരങ്ങളും ഫാമുകളും ഉള്ളതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഒരു ഫാമിംഗ് ടൂറിസത്തിനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? അതിന്റെ സാധ്യതകളെ കുറിച്ച് പഠിച്ചു വരുന്നുണ്ട്. ഈ കാണുന്ന വഴിയും അടിപൊളിയാട്ടോ, നല്ല ഭംഗിയാണ് അല്ലേ? ഫാം ടൂറിസത്തിന്റെ സാധ്യതകളെ കുറിച്ച് പഠിച്ചു വരുന്നുണ്ട്. 1-2 വർഷത്തിനുള്ളിൽ നമുക്കൊരു ഫാമിംഗ് ടൂറിസം കൂടെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി. അപ്പൊ കാസർഗോഡ് വരുന്നവർക്ക് ഇപ്പൊ ഇത്തരത്തിലുള്ള ഫാമുകളൊക്കെ, അതായത് പശു, ആട്, കോഴി, പിന്നെ ഇത്തരത്തിലുള്ള ചെറിയ കാട് അല്ലേ? അതും ചന്ദനമുള്ള കാട്. ഓക്കെ.